നമ്മള് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായി. നമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു ചുമ്മാ വെറുതെ ഒരു Q&A ചെയ്തിട്ടുണ്ടായി. ആദ്യമായിട്ടാണ് Q&A ചെയ്തേ. അപ്പൊ ആ വീഡിയോ കാണാത്തവര് ആ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതേ ദിവസം തന്നെ എടുത്ത ഒരു വീഡിയോ ആണ്. പക്ഷെ ഇതൊരു വേറെ ടോപ്പിക്. നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ അത് കാണാം. പിന്നെ ഞങ്ങൾ വെറുതെ ആദ്യമായിട്ട് Q&A എടുത്തപ്പോ ഞങ്ങൾക്ക് രസം വർത്താനം പറഞ്ഞിരിക്കുക നിങ്ങളും. അപ്പൊ അതുകൊണ്ട് എടുക്കണ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ വേറെ ഒന്നുമില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാന്ന് രീതിയില. ഇതില് മെയിൻ ടോപ്പിക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെങ്ങനെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ അതെങ്ങനെ നമ്മൾ ആ ഒരു സർവൈവ് ചെയ്ത് ഇപ്പോഴുള്ള ഒരു സ്റ്റേജ് വരെ നമ്മൾ എത്തി. ഒരുപാട് നമ്മൾ റിലേഷൻഷിപ്പുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇതിലാണെങ്കിലും ഒത്തിരി കണ്ടിട്ടുണ്ട്. ലോങ് ഡിസ്റ്റൻസിൽ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്തിട്ട് പല റിലേഷൻഷിപ്പും ബ്രേക്ക് ആയി പോണ ഒരു പീരീഡും കൂടിയാണ്. നമ്മൾ മറ്റേ അബ്രോഡൊക്കെ പോയി കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പലരും ജീവിതത്തിൽ. അപ്പൊ ഞങ്ങൾ എങ്ങനെ അത് തരണം ചെയ്തു. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയാം, ലോങ് ഡിസ്റ്റൻസ് ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ സംസാരിച്ച് കല്യാണം കാര്യങ്ങളൊക്കെ ഓക്കെ ആയതിനു ശേഷം മനു കാനഡയ്ക്ക് വന്നു. അപ്പൊ ഞാൻ നാട്ടില് PG ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു 2 കൊല്ലം അല്ലേ, 2 വർഷത്തോളം നമ്മള് ലോങ് ഡിസ്റ്റൻസിലായിരുന്നു. ഞാൻ 2021 കയറി വന്നത് തുടക്കത്തില്. അതേമാതിരി 21 കയറി 2023 നമ്മുടെ ശരിക്കും 2 വർഷം. 23 ആണ് ജനുവരിയിൽ നമ്മുടെ കല്യാണം. അപ്പോൾ 2 വർഷത്തോളം നമ്മൾ ലോങ് ഡിസ്റ്റൻസിലായിരുന്നു. അപ്പം ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് 2 ജോലി ചെയ്തായിരുന്നു. ഒരെണ്ണം ഒരു ബർഗർ ഷോപ്പിലും. തുടക്കത്തിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അത് കോവിഡ് ടൈം ആയതുകൊണ്ട് ഒരൊറ്റ ജോലി കിട്ടിയിരുന്നുള്ളൂ. പിന്നെ അത് അധികം അവേഴ്സ് ഉണ്ടായില്ല. പിന്നെ ഞാൻ 2-3 മാസം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു ജോലിക്ക് കയറി. പിന്നെ വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു ജോലി കൊണ്ട് ചെയ്തു. അപ്പോൾ 2 ജോലി ഞാൻ ചെയ്യണ്ടായിരുന്നു ഒറ്റ ടൈമിൽ. അതിനിടെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പം ആ സമയം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ എല്ലാ ദിവസവും ഇവളെ വിളിക്കുമായിരുന്നു. അതായത് എന്ത് തിരക്കുണ്ടെങ്കിലും ഇപ്പോൾ പറയും, അടി ഇപ്പോൾ തിരക്കിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വിളിക്കും. ഒരു ഇന്ന് വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിടും, ഇന്ന് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, അങ്ങനെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതായിരിക്കും പരിപാടി, അല്ലെങ്കിൽ എനിക്ക് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇവള് പറയുമ്പോൾ ഇവളും പറയും അതെ അല്ലേ, ഓക്കെ എന്നാൽ ശരി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇവളും അതങ്ങനെ വിടും. പിന്നെ അതായത് സത്യത്തിൽ പറഞ്ഞാൽ 2 പേരുടെ ഭാഗത്തുനിന്നും നന്നായി കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു പിടി കൂടുതൽ എന്ന് പറയാൻ മനുവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. കാരണം ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. ഇവൻ ഞങ്ങളുടെ സാറുമാർക്ക് പോലും അറിയായിരിക്കും. എന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് തല്ലുകൂടണ. ഇപ്പോഴും ഞങ്ങൾ തല്ലുകൂടും, തല്ലുകൂട്ടത്തിന് ഒരു കുറവുമില്ല. ചായച്ചലുള്ളത് ഇപ്പൊ മാസത്തിലൊക്കെ ചെലപ്പോ ഞങ്ങൾ അതൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴാണ് വേണമെങ്കിൽ ഇപ്പൊ തല്ലുകൂടും ഞങ്ങൾ. അങ്ങനെയാണ്. അങ്ങനെയാണ്. അതായത് ഞങ്ങളുടെ ഇപ്പൊ കോളേജ് ടൈം ഇങ്ങനെ എന്തോരം തല്ല പിടിക്കണെന്നൊക്കെ എന്റെ ഫ്രണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തിനാ ഇത്രയും തല്ലുകൂടണേ, ഇങ്ങനെ തല്ലുകൂടി എങ്ങനെ ഇനി ഭാവിയിൽ ജീവിക്കുക, ഇനി അത് കല്യാണം കഴിഞ്ഞ് ശരിയാവോ, അങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് എൻ്റെ അടുത്തൊക്കെ. പക്ഷെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എന്തോരം തല്ല, ഇനിയിപ്പോൾ അത് കല്യാണം കഴിയുമ്പം സ്വഭാവവും മാറും, ഇനിയിപ്പോൾ വീണ്ടും കൂടുതൽ തല്ലാവും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവനവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. ഞങ്ങൾ തല്ലുകൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ട്, എല്ലാവർക്കും ഉള്ള ഒരു പരിപാടിയാണ്, എല്ലാത്തിനും പിടിച്ച് ബ്ലോക്കൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ വാട്സാപ്പ് ബ്ലോക്ക് ഇവിടെ മെയിനാണല്ലോ, തല്ലുകൂടി പിന്നെ ബ്ലോക്കൊക്കെ ചെയ്യും. പിന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇരുന്ന് അപ്പൊ അങ്ങനത്തെ ഭയങ്കര സില്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഞങ്ങൾ. അങ്ങനെ അതൊക്കെ ചെയ്ത് വന്നപ്പോൾ അപ്പൊ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് കടക്കണക്കാളും തൊട്ട് മുമ്പായിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞ ആകെ ഒരു കാര്യമാണ്, നീ ഇപ്പം ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ പോകുമ്പോൾ ഒരു കാര്യം, എന്ത് തല്ലൊക്കെ കൂടും നമ്മ, എനിക്കറിയാം, പക്ഷെ തല്ല് കൂടിയാൽ എന്നെ ബ്ലോക്ക് ചെയ്യരുത്. അഥവാ എന്നെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് പരിപാടി അവസാനിപ്പിക്കട്ടെ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അത് ഞങ്ങൾ 2 പേരും കറക്റ്റ്, എന്ത് പ്രശ്നം ഉണ്ടായാലും ബ്ലോക്ക് ചെയ്യില്ല. അതായിരുന്നു ഞങ്ങളുടെ ഒരു റൂൾ എന്ന് പറയണത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ബ്ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് കോണ്ടാക്ട് നമ്മൾ ചെയ്യാതെ ചിലപ്പോൾ
ഇങ്ങനെ പോയിന്ന് വരാം. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ആ റിലേഷനിൽ അതൊരു പ്രശ്നമാവും. അല്ലെങ്കിൽ മറ്റു പലരും പലതും പറഞ്ഞറിയലും പരിപാടികളൊക്കെ പിന്നീട് ആ ബ്ലോക്ക് ചെയ്ത പീരീഡിൽ എന്തോ നടക്കണേ എന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടില്ല. പക്ഷെ അത് മറ്റുള്ളവർ ത്രൂ അറിയുമ്പോഴൊക്കെയുള്ള പല പ്രശ്നങ്ങൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളൊരു ഡിസിഷൻ തീരുമാനിച്ചത്. അങ്ങനെ എന്ത് വന്നാലും ബ്ലോക്ക് ചെയ്യരുത്, എന്ത് വന്നാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫോണിലായാലും പറഞ്ഞ് സെറ്റാക്കണം. ഇത്ര ഇതിലാണെങ്കിലും ഞങ്ങൾ ഒരുപാട് എന്നിട്ടും തല്ലു കൂടിയിട്ടും ബ്ലോക്ക് ചെയ്തില്ല. അതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും വർത്താനം പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത ഒന്നുമില്ല ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്. അല്ലെങ്കിൽ എന്ത് എവിടെയെങ്കിലും ഇപ്പം നമ്മളെ ഇങ്ങനെ ആന കുത്താൻ വരണുണ്ടെങ്കിലും, ആന എന്നല്ല മീൻസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് പറഞ്ഞ് സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കുറവാണ്, വളരെ കുറവാണ്. അതൊരു 10% ഉണ്ടാവുള്ളായിരിക്കും ചിലപ്പം, എനിക്ക് തോന്നുന്നു കേട്ടാ. ശരിയാവണമെന്നില്ല, നമ്മുടെ തോന്നലുകളാണ് നമ്മൾ പറയുന്നത്. പക്ഷെ പിന്നെ എവിടെ പോകണ്ടെങ്കിലും കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് അതിനെക്കുറിച്ച് ഭയങ്കര ഇലാഭമായിട്ട് അവിടെ എന്താ നടന്നത് ഫുള്ള് കാര്യങ്ങളല്ല, എടി ഞാൻ ഇന്ന് ഇവിടേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ അവിടേക്ക് പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കും. അപ്പം നമുക്കറിയാലോ എന്താ സംഭവം. അതെ, ഇന്ന് തിരക്കായിരിക്കും. അപ്പം ഞാൻ വിളിക്കാൻ ഇപ്പം ഇവനെന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പം ഞാൻ ആണെങ്കിൽ അവൻ ഫ്രണ്ട്സിൻ്റെ അവൻ അധികം അങ്ങനെ വല്ലാണ്ട് കുത്തിമറിഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരാളല്ല. അപ്പം എനിക്കറിയാം അവൻ അവിടെ ഒരു ഒറ്റയ്ക്ക് ഒരു നാട്ടിലാണ്. അവൻ അത്യാവശ്യം പിന്നെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റണത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാനിവിടെ നാട്ടിൽ അടിച്ചു പൊളിച്ച് കിടക്കുന്നുണ്ട്. അപ്പം അവൻ അത് ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം അവൻ അതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നണ കാര്യം അത് അവന് അങ്ങനെ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് നീ എന്തായിരുന്നു അവിടെ പെൺപിള്ളേരുണ്ടായിരുന്നു അല്ലെങ്കിൽ അതുണ്ടോ, അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എന്നാലും ചില പെൺപിള്ളേരുടെ കാര്യം പറയുമ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കുള്ള മാതിരി അതായത് കുറെ ഫോട്ടോസ് വേണ്ട എന്നുള്ള രീതിയിലുള്ളത് അല്ലാതെ പിള്ളേരെ ഫോട്ടോസ് അതൊക്കെ എന്താണ് അങ്ങനെ, അതെനിക്ക് ഭയങ്കര കുശുമ്പാണ്. എനിക്ക് വേറെ ഒന്നുമില്ല, അത് വേറെ വലിയ കുശുമ്പ് കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ എനിക്കറിയാം പിന്നെ എത്ര ഇതൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെയൊന്നും പോവില്ല. ഇവളായാലും ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോഴായാലും ഞാൻ ഫുള്ള് ഇങ്ങനെ ചോദിക്കുന്ന കാര്യമൊന്നുമില്ല. ഫ്രണ്ട്സിനോട് പോകണേ ഓക്കെ എൻജോയ് ചെയ്യുന്നു. പിന്നെ വരുമ്പോ എപ്പോഴപ്പോ 2 ദിവസം കഴിഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ പിന്നെ അത് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സോറിട്ടാ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഞാനിപ്പോൾ എങ്ങടെയും പോകുന്നുണ്ട്, ഇവൻ എങ്ങടെയും പോകുന്നുണ്ട്, ഞങ്ങൾ ആദ്യമേ ചിലപ്പോൾ പറയും, ചില നേരത്ത് പറയും എടാ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, പറയടി ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ചില നേരത്ത് നമുക്കത് പറയാൻ പറ്റില്ല, നമ്മൾ പോയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. അപ്പം ഞാൻ പറയും എടാ ഞാൻ ഇങ്ങനെ പോയിരുന്നു, അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇവനാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതിന് ഞങ്ങൾക്ക് ഇടയിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ നീ അവരുടെ കൂടെ പോയി നീ ഇവരുടെ കൂടെ പോയി അങ്ങനെയൊന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. ഒന്നാമത് ഇപ്പൊ നമ്മളില്ലാതെ നിക്കണ ഇപ്പൊ ഇവൾക്കായാലും ഇവിടെ ചിലപ്പോൾ ചിന്തിക്കണ്ടോ ഞാൻ ഭാര്യ ഇല്ലാതെ നിൽക്കണം, ഭാഗം ഒരു എൻജോയ്മെന്റ് അതാണ്. ഇപ്പൊ ഇവൾക്കായാലും ഇപ്പൊ ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ചിട്ട് ഇവൾക്ക് കൊണ്ടുകൊടുത്ത് പോലും പിന്നെ ഫ്രണ്ട്സായിട്ട് അത്യാവശ്യം എൻജോയ്മെന്റ് കാര്യങ്ങൾ ചെയ്യണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് ഒന്ന് ആ സിറ്റുവേഷനെ കണ്ടിരുന്നത്. അപ്പൊ അവളുടേതായ രീതിക്ക് അവളും പോവും, എൻ്റെതായ രീതിയിൽ ഞാനും പോവും. അതിന് നമ്മൾ ഇന്ന ഇവിടേക്ക് പോയത് അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ പോയത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടായിരുന്നില്ല. ട്രസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾ രണ്ടുപേരും വെച്ചായിരുന്നു. അത് ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എപ്പോൾ നമ്മുടെ ഇടയിൽ ബ്രേക്ക് ആവണോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അന്നും ഇന്നും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് എന്ത് ബ്രേക്ക് ആവണോ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പിന്നെ എത്ര സ്നേഹം ഉണ്ട് പറഞ്ഞാൽ അത് അത്ര ഇതാവില്ല. ആരും എന്തും പറഞ്ഞോട്ടെ, അതെ അവരും വല്ലവരും പലതും പറയും, നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ നമുക്കത് റിയൽ ആണ് എന്നുള്ളൊരു രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ ഞങ്ങൾ ചിലപ്പോ ഈ കാണുന്ന ആൾക്കാരായിരിക്കില്ല. അത് ഇപ്പോ മറ്റാരെന്ത് പറഞ്ഞിട്ടാണെങ്കിലും ഇപ്പൊ ഇവനോടാണെങ്കിലും ആരെന്ത് പറഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾക്ക് അത് കേൾക്കണമെന്നല്ല. ഞാൻ ഇവനോട് ചോദിച്ച് എനിക്ക് ഇവനീന്ന് അത് അങ്ങനെയാണെന്ന് അറിഞ്ഞാലാണ് ഞാനത് ഉൾക്കൊള്ളുള്ളൂ. എനിക്ക് അങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞാൽ ഞാൻ തീരെ എടുക്കില്ല എന്നല്ല. ചിലപ്പോൾ അത് കേട്ടിട്ട് മുഴുവനും അത് മാത്രം വിശ്വസിക്കില്ല ഒരിക്കലും. ഞാനത് എടുത്തിട്ട് അത് സത്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇവനെടുത്ത് ചോദിച്ചിട്ട് ഇവൻ പറഞ്ഞു ഇവൻ്റെ വായിന്ന് കേട്ടാലേ ഞാനത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൂഫ് കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഞാനത് അതിന് രണ്ടുപേർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെയാണ് അല്ലേ. വേറെ എന്താ നമ്മളത് റിലേഷൻഷിപ്പ് വേറെ ഇവനെപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കാലത്ത് എപ്പോഴും ഒരു ടൈം വെച്ചിട്ട്, അതായത് എനിക്ക് അവിടെ വൈകുന്നേരം ആയിരിക്കും
അല്ല എനിക്ക് അവിടെ കാലത്ത് ഇവൻ അവിടെ വൈകുന്നേരം ആയിരിക്കും. അതിന്റെ ഷിഫ്റ്റിന്റെ ടൈം അനുസരിച്ച് ഷിഫ്റ്റും ക്ലാസ്സും ചില അസൈൻമെന്റുകളൊക്കെ ചില സമയത്ത് ആ ഒരു ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും, ചിലപ്പോൾ 2-3 മണിക്കൂറായിരിക്കും. പക്ഷെ സംസാരിക്കാറുണ്ട്, എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് മെസ്സേജെങ്കിലും അയച്ച് ചെയ്യും. സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അതെ. ചില സമയങ്ങളിൽ പിന്നെ എനിക്ക് ആ സമയത്ത് ചില സമയത്തൊക്കെ എനിക്ക് ഇവനെ കിട്ടണില്ല കുറേയൊക്കെ എന്നൊക്കെ തോന്നി. അതായത് സംസാരിക്കാൻ ഒരുപാട് ടൈം ചില നേരത്ത് വളരെ കുറവ് ടൈമായിരുന്നു. പക്ഷെ എനിക്ക് അറിയായിരുന്നു, അതായത് ഇവൻ എന്നോട് പറയും ഇന്ന പോലെയാണ്, നമ്മൾ സ്നേഹം കൊണ്ട് ചില നേരത്ത് എനിക്ക് സംസാരിക്കാൻ കൂടുതൽ നേരം എൻ്റെ കുറച്ചു നേരം കൊണ്ട് ഇരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയും അവൻ്റെ അടുത്തേടെ എനിക്ക് കുറച്ചു നേരം കൂടി ഇരിക്കണം, അങ്ങനെ സംസാരിക്കണം. അപ്പം മാക്സിമം അവൻ ഇരിക്കാൻ നോക്കും. പിന്നെ ഈ ചില സമയത്ത് ഇപ്പം എനിക്കൊരു കാര്യം എന്ന് വെച്ചാൽ ചില സമയത്ത് ഇവള് നല്ല സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറും. അതായത് ഇപ്പം ഞാൻ മറ്റെന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ വലിയ സംസാരിക്കാൻ ചിലപ്പോൾ എനിക്കൊരു മൂഡിലായിരിക്കില്ല. അപ്പോൾ ഞാൻ പറയും അടി നാളെ വിളിക്കാം അല്ലെങ്കിൽ. അപ്പോൾ അവളത് മനസ്സിലാക്കി ആ സമയത്ത് എന്നോട് ദേഷ്യപ്പെടുന്നതിന് അവൾക്കറിയാം ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ തലയിലുള്ളതെന്ന് അവൾക്ക് നല്ല രീതിയിൽ അറിയാം. മറ്റാർക്കും അറിയാനേക്കാളും കൂടുതൽ അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പീരീഡിൽ അങ്ങനത്തെ ഒരു ഇവളുടെ ഭാഗത്തു നിന്നും കൂടി ഉള്ളൊരു പ്രഷർ എനിക്ക് വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല. എൻ്റെ കാര്യങ്ങൾ ആ സമയത്ത് എൻ്റെ മറ്റ് പ്രശ്നങ്ങൾ മാത്രം എനിക്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ഇവളുടെ സൈഡിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഇവൾ എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഇതിന് ഞാൻ ഇവളോട് ഇപ്പം നന്ദി പറയുന്നു. സത്യം പറഞ്ഞാൽ അവളും വലിയ പാർട്ട് ഞങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവളും അവളുടെ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങള് അങ്ങടും ഇങ്ങടും പുകഴ്ത്തണതല്ല ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില സമയത്ത് നമ്മൾ പുകഴ്ത്തലും വേണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞ മാതിരി അവർക്ക് ചിലത് കേൾക്കുമ്പോഴായിരിക്കും നമുക്കൊരു അവരെ വായന കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മള് സത്യമല്ലേ, അതായത് എനിക്കിപ്പോ ഇവള് ചില കാര്യങ്ങൾ പറയുമ്പോഴേലും അതെ അതങ്ങനെയായിരുന്നു, അവൾക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. നമ്മൾ ഫീലിങ്സ് നമ്മൾ തുറന്ന് പറയണം, എന്തായാലും ഇപ്പൊ എന്ത് ഫീലിങ്സ് ആയാലും. ഞാനിപ്പോ അത് ഇങ്ങനെ ഡേ ബൈ ഡേ ആ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ ഇന്ന് പല കാര്യങ്ങളും ഇങ്ങനെ ഉള്ളിലൊതുക്കലാണ് പതിവാണ്. പക്ഷെ ഇപ്പം എന്ത് തോന്നിയാലും ഇവിടെ അടുത്ത് അങ്ങോട്ട് പറയും. ഇവളെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫീലിങ്സ് എല്ലാം പറയണ ആളാണ് പണ്ടേ തുടങ്ങി ബളബളാന്ന് പറഞ്ഞാൽ ഇവളെ കൂടി ഇപ്പം ഞാൻ ചെറിയ ബളബളായി വരുന്നുണ്ട്. പക്ഷെ അത് ഇവളുടെ അടുത്ത് മാത്രം, എൻ്റെ കംഫർട്ട് സോണിൽ മാത്രം ഞാൻ അങ്ങനെ ആവുള്ളൂ. അത് ഇവൾക്ക് ഇപ്പോഴും അറിയാം. ഞാനിപ്പോൾ ഒരു സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒരു ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല, ഞാൻ ഇച്ചിരി ഷൈയും എൻ്റെ അതേ സ്വഭാവം വരും. പക്ഷെ എൻ്റെ കംഫർട്ട് സോണിലുള്ള എൻ്റെ ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കില്ല. അത് അപ്പം വേറൊരു മുഖം തന്നെ പറയാൻ പറഞ്ഞ അത് നമ്മളിങ്ങനെ ഹൈഡ് ചെയ്യണതല്ല, എന്താണെന്ന് അറിയാം എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, അങ്ങനെ ആയി പോകുന്നതാണ്. അതെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ട്രസ്റ്റ്, എല്ലാ കാര്യങ്ങളും. പിന്നെ വേറെ എന്തുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല കുറച്ച്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ അതിന് എന്തെങ്കിലും എന്തോ ദൈവഭാഗ്യത്തിന് ഞങ്ങൾ ഇത്രയും തല്ല് അതിന്റെ ഇടയിലും പിന്നെ എന്ത് തല്ല് കൂടിയാലും ഈ പറഞ്ഞ മാതിരി ഫാമിലിനെ മാക്സിമം അതിന് ഇൻവോൾവ് ചെയ്യിക്കരുത്. നിങ്ങളുടെ കാര്യങ്ങൾ എന്തുണ്ടോ അത് നമ്മൾ തന്നെ പറഞ്ഞു ഞങ്ങൾ തീർത്തിരുന്നു എന്ന് വെച്ചിട്ട് ഒട്ടും പറയാതിരിക്കാനല്ല കേട്ടോ. ഇപ്പൊ അത്രയും ബുദ്ധിമുട്ട് നമ്മുടെ ലൈഫ് പോലെ അല്ലേ, പലവർക്കും പല സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ചിലത് പറയേണ്ടത് പറയണം, ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സിനോടെങ്കിലും അല്ലെങ്കിൽ അതെ. അല്ലാതെ അതായത് നമ്മള് ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളില്ലേ അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, പറഞ്ഞു തീർക്കാവുന്നുള്ളൂ. അതെ, ഇപ്പൊ ഞാന് മനുവിന്റെ കാര്യങ്ങള് എന്റെ വീട്ടിൽ എപ്പോഴെപ്പോഴും കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂടണ തല്ലി മൊത്തം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോ മനുവിനെ കണ്ടെടുത്ത പക്ഷെ ഞാൻ പിറ്റേ ദിവസം അതുപോലെ ഇരിക്കില്ല. എനിക്ക് മനുവിനെ അപ്പൊ കഴിയാതെക്കാളും ചിലപ്പോ കൂടുതലായിരിക്കും. അപ്പൊ പക്ഷെ അവർക്ക് അങ്ങനെ ഇരിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ച് എല്ലാം പറയാതിരിക്കുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ അറിയിക്കേണ്ടത് അറിയിക്കുകയും വേണം. അത് അങ്ങനെ അത് പെമ്പിള്ളേര് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ. അതെ, നമ്മള് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മാക്സിമം എന്താ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആവശ്യമില്ല. ഇപ്പൊ പല സിറ്റുവേഷൻ തീവ്രത നമുക്കറിയില്ല. ഇപ്പൊ എന്തെങ്കിലും വയലൻസ്, ഇപ്പൊ അതിപ്പോ ഞങ്ങള് ലോങ് ഡിസ്റ്റൻസിലാകുമ്പോൾ നമുക്ക് വയലൻസ് എന്നുള്ള രീതിയിൽ ഇപ്പൊ മെന്റലി നമ്മളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും ചിലവരിൽ നിന്ന് ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പാരൻസായിട്ട് ഷെയർ ചെയ്യണം. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ ഈ ചെല്ലിയല്ലേ നീ അവളോട് മിണ്ടിയില്ല, അല്ല അവളോട് സംസാരിച്ചു അല്ലെങ്കിൽ എന്നോട് പറയാണ്ട് പോയി, കാര്യങ്ങളൊക്കെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ തന്നെ സോർട്ട് ഔട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചെറിയ കുശുമ്പിന്റെ പേരുള്ള സംഭവങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അല്ലാതെ തൊട്ടേനും പിടിച്ചതിനും എല്ലാവരും വിളിച്ച് ബുദ്ധിമുട്ടിയത് അവർക്കും വിഷമാവും. അതായത് പാരൻസിന് അറിയാവുന്ന റിലേഷൻഷിപ്പുകളാണെങ്കിൽ കേട്ടോ അവർക്കത് ബുദ്ധിമുട്ടാവും.
നമ്മളെ പിന്നെ 2 ഫാമിലിക്ക് അറിയായിരുന്നു തുടക്കം മുതൽ. അറിയായിരുന്നു. അതുകൊണ്ട് എന്നാലും നമ്മൾ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. എന്ത് കാര്യം അവർ നമ്മുടെ പാരൻസ് ആണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമ്മളാണ് നമ്മുടെ ജീവിതം ജീവിക്കുന്ന ആൾക്കാർ. അതിനൊരു സെർട്ടൈൻ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അവർക്ക് എൻ്റർ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട്. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നതും ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഒരുപാട് അങ്ങോട്ട് അവര് കയറി ഇതിൽ ഇടപെട്ടിട്ട് അവർക്ക് ചെയ്യാൻ ചില റിലേഷൻഷിപ്പ് അങ്ങനെ കൊളാവുന്ന റിലേഷൻഷിപ്പുകളും ഉണ്ട്. ഫാമിലികളുടെ അധിക ഇൻവോൾവ്മെന്റ് മൂലം ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളെ അവരും ഇതേമാതിരി ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മൾ അവരും അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതെ, അവരും ഞങ്ങളുടെ ഫാമിലീസിനും വലിയൊരു സപ്പോർട്ട്, ഒരു റോള് ഉണ്ട് ശരിക്കും അതില്. കാരണം അവരും നമ്മുടെ കാര്യങ്ങളിൽ അതെങ്ങനെയാണ്, ഇതെങ്ങനെ ചെയ്യണു, അതൊന്നും അവരിങ്ങോട്ട് വന്ന് വല്ലാണ്ട് ഒരു രീതിയിലും നമ്മളെ അങ്ങോട്ട് ചോദ്യം ചെയ്യലോ പ്രഷർ ചെയ്യലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം അതും വലിയൊരു റീസൺ തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. ഓൾറെഡി ഫിക്സ് ചെയ്തതായിരുന്നു. ഇങ്ങനെ പഠനം കഴിഞ്ഞ് വർക്ക് പെർമിറ്റിലേക്ക് കടക്കണ ആ സമയത്തോട് കൂടി നമ്മൾ വരിക, നാട്ടിലേക്ക് വരിക, കല്യാണം കഴിയുക എന്നുള്ള രീതിയിൽ. അതെ, ദൈവം സഹായിച്ച് അതൊക്കെ നടന്നു. നമുക്ക് സിറ്റുവേഷൻസ് അനുകൂലമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അങ്ങനെ നടന്നു. അതെ, ഇനിയും ദൈവം സഹായിച്ച് നല്ല രീതിയിൽ പോകുന്നു. നമ്മള് ഈ ലോങ് ഡിസ്റ്റൻസ് നമ്മൾ കൊണ്ടുപോയ പോലെ തന്നെ ഇനിയുള്ള ഈ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ ഒരുമിച്ച് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ അതേപോലെ തന്നെ എല്ലാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇത്ര പോരെ മതി. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.